പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ സാബു പരുത്തിക്കുഴി. 5/8/2026 സമയം രാത്രി 9:20 അടുക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പരുത്തിക്കുഴി ബൈപ്പാസിൻ്റെ തൊട്ടു മുകളിലാണ്. അധികാരികളുടെ ശ്രദ്ധയിലേക്കായി ഈ വീഡിയോ ചിത്രം സമർപ്പിക്കുന്നു. വരൂ പറയാം. തിരുവനന്തപുരം പരുത്തിക്കുഴി ബൈപ്പാസിൽ കോവളത്തേക്ക് പോകുന്ന റോഡരികിൽ രാത്രികാലങ്ങളിൽ ട്രക്കുകൾ അനധികൃതമായി നിർത്തിയിടുന്നത് വീണ്ടും യാത്രക്കാർക്ക് വലിയ ഭീഷണിയാകുന്നു. യാതൊരുവിധ സുരക്ഷാ മുൻകരുതലുകളോ റിഫ്ലക്ടറുകളോ ഇല്ലാതെ റോഡിൻ്റെ ഇരുണ്ട ഭാഗത്ത് കൂറ്റൻ ട്രക്കുകൾ നിർത്തിയിട്ടിരിക്കുന്നത് വലിയൊരു അപകടാവസ്ഥയാണ് സൃഷ്ടിക്കുന്നത്. രാത്രിയാത്രകളിൽ ഈ ഭാഗത്തുകൂടി കടന്നു പോകുമ്പോൾ എതിരെ വരുന്ന വാഹനങ്ങളുടെ ലൈറ്റ് ഡ്രൈവർമാരുടെ കണ്ണിലേക്ക് നേരിട്ടടിക്കുന്നത് വലിയ കാഴ്ച തടസ്സമുണ്ടാക്കുന്നുണ്ട്. ഈ പ്രകാശത്തിൻ്റെ മറവിൽ ഇരട്ടത്ത് ഒതുക്കിയിട്ടിരിക്കുന്ന ട്രക്കുകൾക്ക് പുറകെ വരുന്ന ഇരുചക്ര നാലുചക്ര വാഹനയാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നു. ഇത് പെട്ടെന്ന് ട്രക്കിൻ്റെ പുറകിൽ വണ്ടി ഇടിച്ചു കയറുന്ന ഗുരുതരമായ അപകടങ്ങളിലേക്ക് നയിക്കുകയാണ്. മുൻകാലങ്ങളിലും ഇതേ സ്ഥലത്ത് സമാനമായ രീതിയിൽ ട്രക്കിൻ്റെ പുറകിൽ വാഹനങ്ങൾ ഇടിച്ച് നിരവധി ജീവനുകൾ പൊലിയുകയും പലർക്കും ഗുരുതരമായി പരിക്കുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ ദാരുണമായ സംഭവങ്ങളിൽ നിന്നും യാതൊരു പാഠവും ഉൾക്കൊള്ളാതെയാണ് ഇപ്പോൾ വീണ്ടും ഇവിടെ ട്രക്കുകൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു ദുരന്തം കൂടി ഇവിടെ ആവർത്തിക്കാൻ ഇടവരരുത്. അതിനാൽ ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി ഇടപെട്ട് പരുത്തിക്കുഴി ബൈപ്പാസിലെ ഈ അനധികൃത ട്രക്ക് പാർക്കിംഗ് പൂർണ്ണമായും നിരോധിക്കുകയും രാത്രികാലങ്ങളിൽ ശക്തമായ പട്രോളിങ്ങും സുരക്ഷയും ഉറപ്പാക്കുകയും വേണമെന്ന് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ശക്തമായ ആവശ്യം അധികാരികളുടെ ശ്രദ്ധയിലേക്ക് അടിയന്തരമായി പെടുത്തുന്നു.